ചരിത്ര മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. വിനേഷ് ഫോഗട്ടാണ് ഈ ചരിത്ര മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി സജിഷ ചേരുകയാണ്. സജിഷ, വിവരങ്ങൾ. നീലിമ, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നു. വിനേഷ് ഫോഗട്ട് മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു. ഒന്നുകിൽ വെള്ളി മെഡൽ എന്താണെങ്കിലും ഉറപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വർണം. ആ ഒരു നിലയിലാണ് നിൽക്കുന്നത്. നാളെയാണ് ഫൈനൽ നടക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വിനേഷ് ഫോഗട്ട്, നമുക്കറിയാം, ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായിട്ടുള്ള സമരത്തിൽ, അതായത് ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച് മുൻ BJP നേതാവ് നിരവധി ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിനെതിരായിട്ടുള്ള സമരം നടത്തിയതിലുള്ള മുന്നണി പോരാളിയാണ് വിനേഷ് ഫോഗട്ട്. ഈ വിനേഷ് ഫോഗട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ശരിക്കും പാരീസ് ഒളിമ്പിക്സിലേക്ക് പോയിട്ടുള്ളത് തന്നെ. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും പല പരിശീലനങ്ങൾ ഫോഗട്ടിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക്സിന് പോകുമ്പോൾ, പാരീസിലേക്ക് പോകുന്ന സമയത്ത് പോലും ഫോഗട്ടിന് സീഡ് ഇല്ലാതെയാണ് ഇപ്രാവശ്യം മത്സരത്തിൽ പങ്കെടുത്തത്. സീഡ് ഇല്ലാതെ മത്സരിക്കുക എന്ന് പറഞ്ഞാല് മുൻനിര താരങ്ങളുമായിട്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ പരിശീലനം ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട്, സമരത്തിന്റെ ഭാഗമായിട്ട് പരിശീലനങ്ങളൊന്നുമില്ലാതെ തന്നെ ഫോഗട്ടിന് പോകേണ്ടി വന്നതിനാലാണ് സീഡ് ഇല്ലാതെ മത്സരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യനായ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവിനോട് വരെ, ജപ്പാന്റെ താരത്തിൽ സുസുക്കിയോട് വരെ ഏറ്റുമുട്ടേണ്ടി വന്ന് ഇന്ന് 3 മത്സരങ്ങൾ കഴിഞ്ഞു. ആദ്യ 2 മത്സരങ്ങളും, ആദ്യത്തെ മത്സരങ്ങളിൽ തന്നെ ലോക നമ്പർ 1 താരത്തോടാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ജയിച്ചു. ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു താരത്തെ ഏറ്റുമുട്ടി. അങ്ങനെ 2 മത്സരങ്ങൾ ജയിച്ച് അവസാനം ഇപ്പൊ സെമി ഫൈനലിലും ക്യൂബൻ താരത്തെ ഗുസ്മാനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ജയവുമായിട്ടാണ് ഇപ്പോൾ ഫോഗട്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അത് 3ഉം വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വെള്ളി ഉറപ്പിച്ചിരിക്കുകയാണ്. വെള്ളി അല്ലെങ്കിൽ സ്വർണം നാളെ അറിയാം. ഫോഗട്ടിന്റെ വിജയം മറ്റെല്ലാ തരത്തിലെ വിജയങ്ങളെക്കാളും ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. നീലിമ, വെള്ളി കിട്ടിയാലും സ്വർണ്ണത്തിളക്കമാകും വിനേഷ് ഫോഗട്ടിന്റേത്. കാരണം ആ പോരാട്ടമെല്ലാം നമ്മൾ കണ്ടതാണ്. ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ വനിതാ താരം ഫൈനലിൽ എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമല്ലേ? ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്നു മാത്രമല്ല, വിനേഷ് ഫോഗട്ട് അത് കടന്നു വന്നിട്ടുള്ള മുള്ളുകളാണ്. കാരണം മുൻ MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് നിരവധി ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ഒരു പ്രതിസന്ധി കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നാണ്. അതായത് ഒളിമ്പിക്സിലും മറ്റുള്ള വേദികളിലും എല്ലാം നേടിയ മെഡലുകൾ. ഇന്ത്യയെ സംബന്ധിച്ച്, വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നാളത്തെ ഫൈനൽ എന്ന് പറയുന്നത്. സജിഷയാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.